ഞാനവന് പെട്രോൾ ഉള്ളൂ. LX ആണ് 2012 സെക്കൻഡ് ഓണർ, 69,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളത്. 65 ഞങ്ങൾ ചോദിക്കുന്ന വില. 65,000 രൂപയോ? പക്ഷെ അതിലും കുറയ്ക്കാം, അതിലും കുറച്ച് നമുക്ക് കൊടുക്കാം. 65,000 രൂപയ്ക്ക് ആവശ്യക്കാരൻ നേരിട്ട് വരട്ടെ, ആ സമയത്ത് നമുക്ക് വേണ്ട രീതിയിൽ ചെയ്ത് കൊടുക്കാം. ആരെയും മോശമാക്കിയിട്ട് നമ്മൾ തിരിച്ചു വിടൂല. ആക്സിഡന്റ് ഗോ പ്ലസ് 2016 സിംഗിൾ ഓണർ, 36,000 കിലോമീറ്റർ ഓടിയ വണ്ടി, 265. ഒരു 90% ലോൺ ചെയ്ത് കൊടുക്കും ഈ വാഹനത്തിന്. 90% നിസാന്റെ സബ് ബ്രാൻഡ്, നിസാന്റെ സബ് ബ്രാൻഡ് 7 സീറ്റർ വണ്ടിയാണ്. ഓക്കെ. പിന്നെ ഒരു സാൻഡ്രോ അവിടെ കിടക്കുന്നുണ്ട്, വൈറ്റ് കളറിലെ സാൻഡ്രോ, 2010 മോഡലാണ്. GLS, അതായത് ഫുൾ ഓപ്ഷൻ വണ്ടി, AC, പവർ സ്റ്റിയറിംഗ്, 2 ഡോർ പവറിന്റെ കാര്യങ്ങളൊക്കെ വരും. സിംഗിൾ ഓണർഷിപ്പ് ആണ്, 69,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളത്. 1,10,000 രൂപയാണ് ഞങ്ങൾ ആസ്കിംഗ് റേറ്റ്. ചെറിയ എന്തെങ്കിലും ഒരു മാറ്റം ചെയ്തു കൊടുക്കാം. പറഞ്ഞാൽ കുറയ്ക്കാൻ പറ്റുന്നത് ഞങ്ങൾ ആ ഒരു പ്രോഫിറ്റ് ഉണ്ടല്ലോ, അതിനകത്ത് ഞങ്ങൾക്ക് കുറച്ച് കൊടുക്കാം. അതായത് എന്താ പറയാ, മാക്സിമം എത്രത്തോളം കുറയ്ക്കാൻ പറ്റും ആ രീതിയിൽ കുറച്ചിട്ട് ചെയ്യാൻ പറ്റും. അവിടെയാണ് നമുക്ക് റേറ്റ് കുറച്ച് കൊടുക്കാൻ പറ്റുക. നമസ്കാരം സുഹൃത്തുക്കളെ, മോട്ടോറിക്കയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്നുള്ളത് കോഴിക്കോട് വെള്ളിപ്പറമ്പ് ക്ലബ്സി ഓട്ടോമോട്ടീവിലാണ്. നമ്മളെ മനുവിൻ്റെ സ്വന്തം ഷോറൂമായ ക്ലബ്സിയിൽ മനു ഒത്തിരി യൂസ്ഡ് കാറുകൾ, നമുക്ക് ബഡ്ജറ്റ് കാറുകൾ ഒരു ഷോറൂമിലും കിട്ടാത്ത വിലയിൽ നമുക്കിവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട്. നോക്കാം നമുക്ക് പുതിയ സ്റ്റോക്കിന്റെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന്. മനു, നമസ്കാരം. നമസ്കാരം. അപ്പം നമ്മളെ ഇയർ എൻഡിലേക്ക് കടക്കുകയാണ് ഈ വർഷം. അപ്പോൾ ഇയർ എൻഡിൽ സ്പെഷ്യൽ ഓഫർ ഉണ്ടോ? നമ്മളെ ലോ ബഡ്ജറ്റ് കാറുകൾ ഏതൊക്കെയാണ്? നമ്മളെ സാധാരണക്കാരന് വാങ്ങാൻ പറ്റിയ കാറുകൾ ഏതൊക്കെയാണ്? ഒരു 50,000 രൂപയിൽ കാറ് പ്രാവശ്യം സ്റ്റോക്ക് ഉണ്ട്. പിന്നെ സാധാരണക്കാരന് വാങ്ങാൻ പറ്റിയതുകൊണ്ട്, ഒരു മിഡിൽ ഫാമിലിക്ക് വാങ്ങാൻ പറ്റിയതുകൊണ്ട് നല്ല നല്ല കാറുകൾ പ്രാവശ്യം എന്തായാലും സ്റ്റോക്ക് ഉണ്ട്. ഏകദേശം 20ഓളം വണ്ടികൾ ഇപ്പം നിലവിൽ സ്റ്റോക്ക് ഉണ്ട്. അപ്പൊ എല്ലാ ഫാമിലിക്കും, പ്രീമിയം സ്റ്റേജ് ആണ്, അങ്ങനെ ഇടത്തരത്തിലുള്ള, അങ്ങനെ ലോ ബഡ്ജറ്റ് ആണ്. അങ്ങനെ പെട്രോൾ വേണ്ടവർക്ക് പെട്രോൾ ഉണ്ട്, ഡീസൽ വേണ്ടവർക്ക് ഡീസൽ ഉണ്ട്. ഇനിയിപ്പോ വാറണ്ടി വേണമെന്നുണ്ടെങ്കിൽ അതിനുള്ള ഓപ്ഷനും ഉണ്ട്. അപ്പൊ നമ്മള് എല്ലാരെ കൊണ്ടും ഒരു കാറ് വാങ്ങിച്ചേ നമ്മൾ അടങ്ങും. ആയിക്കോട്ടെ, തുടങ്ങാം. ഇതേതാണ്? ഇത് ഡീസൽ വണ്ടിയാണ്, 2016 മോഡൽ K8 ഫുൾ ഓപ്ഷനിലുള്ള ഒരു KUV 100 ആണ്. സിംഗിൾ ഓണർഷിപ്പ് ആണ്, 88,000 കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത്. നമുക്ക് ലോണ് എത്ര പെർസെന്റേജ്? നമുക്കൊരു 90-95% ലോൺ ആയിട്ട് തന്നെ കൊടുക്കാം. ഒരു 10-25,000 രൂപയൊക്കെ ഇറക്കി കഴിഞ്ഞാൽ ബാക്കി നമുക്ക് ലോൺ ഇട്ടിട്ട് വണ്ടി ഇറക്കാൻ പറ്റും. ബാക്കി കസ്റ്റമറെ പ്രൊഫൈലിനനുസരിച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഡീസൽ ആണ് അല്ലേ വേരിയന്റ് വരുന്നത്? ഡീസൽ വണ്ടിയാണ്, അത്യാവശ്യം നല്ല മൈലേജ് ഉണ്ടാവും. ഏകദേശം ഒരു 17-18 ആ റേഞ്ചിലൊക്കെ എന്തായാലും മൈലേജ് കിട്ടും. ഓക്കെ. പിന്നെ ഇത് നമുക്ക് ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ, കമ്പനി ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. ഓക്കെ. അടുത്തായിട്ട് നമുക്ക് ഇയോൺ ഉണ്ട്. ചെറിയ ഫാമിലിക്കൊക്കെ പറ്റിയ, അല്ലെങ്കിൽ ചെറിയ ഓട്ടത്തിന്റെ ഒരു സെക്കൻഡ് കാറായിട്ട് നോക്കുന്നവർക്കൊക്കെ പറ്റിയൊരു വണ്ടി. ഏതാ മോഡല്? ഇത് 2014 ആണ്, സെക്കൻഡ് ഓണർ ആണ്. ഇറയാണ് വേരിയന്റ് വരുന്നത്. 96,000 കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത്. നമ്മള് വില ചോദിക്കുന്നത് 1,85,000 രൂപയാണ്. 1,85. ഇതിന് ലോൺ ഉണ്ടോ? ലോൺ അവൈലബിൾ? ലോൺ ചെയ്ത് കൊടുക്കാം. ഒരു 80-90% ലോണായിട്ട് ചെയ്ത് കൊടുക്കാം. അതായത് ഒരു 1.5 റേഞ്ചിലൊക്കെ ലോൺ ചെയ്യാൻ പറ്റും. ബാക്കി കസ്റ്റമറെ പ്രൊഫൈൽ അനുസരിച്ചിട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ ഇതൊരു ലോ ബഡ്ജറ്റ് വണ്ടി തന്നെയാണ്. ലോ ബഡ്ജറ്റിലുള്ള വണ്ടി തന്നെയാണ്. നമുക്കിപ്പോ ഒരു ബൈക്കിനായാലും ഇതിനെക്കാട്ടും കൂടുതൽ പുതിയൊരു ബൈക്ക് വാങ്ങണമെങ്കിൽ ഇപ്പൊ തീർച്ചയായിട്ടും ഇതിനെക്കാട്ടും കൂടുതൽ കൊടുക്കാം. അതായത് മഴ ഒരു കാറ് സ്വന്തമാക്കാം, മഴയും വെയിലും കൊള്ളാതെ പോവുകയും മൈലേജും കിട്ടും കേട്ടോ. ഈ ഓണൊക്കെ എനിക്ക് ഒരു 17-18 ആ റേഞ്ചിൽ മൈലേജ് കിട്ടും. ഓക്കെ. അടുത്ത വണ്ടി നമുക്ക് വരുന്നത് ടാറ്റ ടിയാഗോ. ഇത് പെട്രോൾ ആണ്. പെട്രോള് എക്സെറ്റ് ആണ്, 2018 എക്സെറ്റ്. അന്നത്തെ ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. 65,000 കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത്. 4,20,000 രൂപയാണ് ഞങ്ങളെ ചോദ്യം. തീർച്ചയായിട്ടും മാറ്റം വരുത്തിയിട്ട് കൊടുക്കാം. 4,20 നമ്മളെ ആസ്കിംഗ് പ്രൈസ് ആണ്. ഒരു 90% ഒക്കെ ലോൺ അവൈലബിൾ ആണ്. അതായത് ഒരു 3,80, 4 അടുത്തൊക്കെ ആയിട്ട് നമുക്ക് ലോൺ തന്നെ കിട്ടും. പിന്നെ വേറൊരു കാര്യം എന്താ വെച്ചാല്, നമ്മൾ പല ഷോറൂമിൽ ഇങ്ങനെ വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ പല നമ്മളെ വീഡിയോ ഒരുപാട് ഭാഷയിൽ കാണുന്നുണ്ട്. പക്ഷേ ഈ ക്ലബ്സില് നമുക്ക് മറ്റ് ഷോറൂമിന് കൊടുക്കാൻ പറ്റാത്ത രീതിയിൽ നമുക്ക് വാഹനങ്ങൾ ഡെലിവറി കൊടുക്കാൻ പറ്റുന്നുണ്ട്. നല്ല വണ്ടി കൊടുക്കാം, നല്ല വണ്ടി, റേറ്റ് കുറച്ച് കൊടുക്കാം. റേറ്റ് എന്ന് പറഞ്ഞാല് അങ്ങനെ റേറ്റ് കൂടുതലായിട്ട് കുറയല്, അങ്ങനത്തെ തട്ടിപ്പ് പരിപാടി നമ്മൾ ചെയ്യില്ല. റേറ്റ് നല്ല രീതിയിൽ കുറയുന്നുണ്ടെങ്കിൽ അവിടെ എന്തെങ്കിലും ഒരു പ്രശ്നം വണ്ടീന്റെ മുകളിൽ ഉണ്ടാവും. അതാണ് മനസ്സിലാക്കേണ്ടത്. ആ റേറ്റ് കുറച്ചിട്ട് മാർക്കറ്റിൽ നിന്ന് എങ്ങനെയാ വണ്ടി കിട്ടുക ആലോചിച്ചാൽ അറിഞ്ഞൂടെ? നമ്മളെ പ്രേക്ഷകരോടാണ്, റേറ്റ് കുറച്ചിട്ട് വാഹനം എടുക്കുമ്പോൾ അതിന് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവും നിങ്ങൾ മനസ്സിലാക്കുക. പിന്നെ പറഞ്ഞാൽ കുറയ്ക്കാൻ പറ്റുന്നത് ഞങ്ങൾ ആ ഒരു
പ്രോഫിറ്റ് ഉണ്ടല്ലോ അതിനകത്ത് ഞങ്ങൾക്ക് കുറച്ച് കൊടുക്കാം. അതായത് എന്താ പറയാ, മാക്സിമം എത്രത്തോളം കുറയ്ക്കാൻ പറ്റും ആ രീതിയിൽ കുറച്ചിട്ട് ചെയ്യാൻ പറ്റും. അവിടെയാണ് നമുക്ക് റേറ്റ് കുറച്ച് കൊടുക്കാൻ പറ്റുക. അല്ലാതെ വണ്ടിയുടെ റേറ്റിന്റെ മുകളിൽ നമുക്ക് കുറച്ചിട്ടൊക്കെ ഒരു വണ്ടി മാർക്കറ്റിൽ നിന്ന് കിട്ടുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നം എവിടെയെങ്കിലും ഉണ്ടാവും. അതായത് നമ്മൾ കൂടുതൽ ലാഭം എടുക്കുന്നില്ല, ലാഭം എടുക്കാത്ത രീതിയിലാണ് ചെയ്യുന്നത്. അതായത് കസ്റ്റമറിന് കൂടുതൽ ബെനിഫിറ്റ് ആക്കിക്കൊണ്ടാണ് അതെ നമ്മൾ ചെയ്തു ആ ഒരു രീതിയിലാണ്. അല്ലാതെ റേറ്റ് കുറവ് എന്ന് പറയുന്നത് അല്ല, ആലോചിച്ചാൽ അറിഞ്ഞൂടെ. നമുക്ക് റേറ്റ് കുറവിന് ഒരു വണ്ടി വരുന്നുണ്ടെങ്കിൽ കസ്റ്റമർക്ക് ഒറ്റ നോട്ടത്തിൽ കാണാൻ പറ്റാത്ത എന്തെങ്കിലും ഒന്ന് ആ വണ്ടിക്കുള്ളിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവും. തീർച്ചയായിട്ടും ഉറപ്പാണ്. ഇത് മറ്റേ ഡ്രസ്സ് കടയല്ലല്ലോ, കട കാലിയാക്കുന്ന പോലെ വിറ്റ് കൊടുക്കാനായിട്ട്. അവിടെ കാണുന്ന സമയത്ത് റേറ്റ് കുറച്ച് കൊടുക്കും. കാരണം ഏതെങ്കിലും ഷോറൂമിനകത്ത് അങ്ങനെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ടോ? അല്ല, നമ്മളെ പ്രേക്ഷകർ ചോദിക്കുന്നത് എന്താ വെച്ചാല്, പിന്നെ നിങ്ങള് ചില ആൾക്കാർ റേറ്റ് കൂടുതലാണെന്ന് പറയുന്നുണ്ട്, പക്ഷെ ഭൂരിഭാഗം ആൾക്കാർ റേറ്റ് കുറവാണ്. കമന്റിനകത്ത് റേറ്റിന്റെ കാര്യം നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല. അത് ഓരോരുത്തരും ഓരോ പേഴ്സണൽ മൈൻഡ് അനുസരിച്ചാണ് കമന്റ് ചെയ്യുന്നത്. ചില ആളുകൾ റേറ്റ് കൂടുതലാണ് ഇങ്ങനെ ചുമ്മാ അടിച്ചുകൊണ്ടിരിക്കും. ഇതിനകത്ത് ഡീലർമാർ തന്നെ കമന്റ് ചെയ്യുന്നവരുണ്ട്. അപ്പൊ നമ്മളെ ഈ ഷോറൂമിനാണെങ്കിൽ നമ്മളായിട്ട് ശത്രുതയിലുള്ള ഷോറൂംസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവര് കമന്റ് ചെയ്യില്ലേ റേറ്റ് കൂടുതലാന്ന് പറഞ്ഞിട്ട്. അപ്പൊ കമന്റ് നോക്കിയിട്ട് നമ്മൾ തീരുമാനിച്ചിട്ട് കാര്യമില്ല. അപ്പൊ കമന്റ് നോക്കുകയാണെങ്കിൽ നല്ല കമന്റും ഉണ്ടാവാറുണ്ട്, ഇഷ്ടംപോലെ നല്ല. അപ്പൊ നമ്മളെ വീഡിയോക്കകത്തൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഒരു 90% നല്ല കമന്റ് തന്നെയാണ് വരല്. അപ്പൊ നമ്മൾ ഇവിടുന്ന് വണ്ടി എടുത്ത ആളുകളാണെങ്കിലും അവരൊക്കെ കമന്റ് ചെയ്യാറുണ്ട്. ആ രീതി നല്ലൊരു ഫീഡ്ബാക്ക് തന്നെയാണ് വരാറുള്ളത്. എന്നാലും ഒരു നെഗറ്റീവ് കമന്റ് ഉണ്ടെങ്കിൽ തന്നെ ആ കമന്റ് ജെനുവിൻ ആണോ ഉള്ള കാര്യം കൂടി ഉറപ്പുവരുത്തണം. കാരണം ആർക്കും എങ്ങനെ വേണേലും കമന്റ് ചെയ്യാം. അതിനകത്ത് ഈ കമന്റ് ചെയ്യാനായിട്ട് ഒരു ഗ്രൂപ്പ് ഒരുങ്ങി നിൽക്കുന്ന പോലെ ഇത് റിഡ്സ് ഏതാ മോഡല്? ഇത് റിഡ്സ് 2016 ആണ്, LX ആണ്, പെട്രോൾ ആണ്, സെക്കൻഡ് ഓണർഷിപ്പ്. 1,03,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളത്. 3,65,000 രൂപയാണ് നമ്മളെ വില. ആ ആസ്കിംഗ് റേറ്റ് ആണ്, തീർച്ചയായിട്ടും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. 3,65,000. ലോൺ എത്ര അവൈലബിൾ ആയിരിക്കും? ലോൺ നമുക്കൊരു 3 രൂപയൊക്കെ ലോൺ ആക്കിയിട്ട് ചെയ്ത് കൊടുക്കാം. റിഡ്സ് എന്ന് പറയുമ്പോൾ ഒരു ജനപ്രിയ വാഹനമാണ്. പെട്രോൾ ആണ്, പെട്രോൾ വേരിയന്റ് വരുന്നത്. 16 കിലോമീറ്റർ ആ റേഞ്ചിലൊക്കെ നമുക്ക് മൈലേജും കിട്ടും. പിന്നെ ഇത് ഗ്രാൻഡേറ്റർ ആണ്, ഇത് ഓട്ടോമാറ്റിക് ആണ്, ഇത് ആസ്റ്റ് ആണ് വരുന്നത്. 2015 പറയുമ്പോൾ ഫുൾ ഓപ്ഷൻ വണ്ടി, അല്ലെങ്കിൽ പുഷ് ബട്ടൺ സ്റ്റാർട്ട് ഒക്കെ വരും. അത് ഗ്രാൻഡേറ്റിന് ഇറങ്ങിയ ടോപ്പ് എൻഡ് മോഡൽ 2015 ആസ്റ്റ, സെക്കൻഡ് ഓണർ ആണ്, 58,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഓട്ടോമാറ്റിക് ആണ് വാഹനം. 4,30 ആണ് ഞങ്ങൾ ആസ്കിംഗ് റേറ്റ് ആണ്. തീർച്ചയായിട്ടും റേറ്റ് കുറയും. റേറ്റ് കുറച്ച് കൊടുക്കാവുന്ന റേറ്റ് തീർച്ചയായിട്ടും കുറയും. ഇത് നമ്മൾ ആസ്കിംഗ് റേറ്റ് ആയിട്ട് ഇട്ടിട്ടുള്ളതാണ്. കാരണം അവർ ആസ്കിംഗ് റേറ്റ് ഇട്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ നെറ്റ് റേറ്റ് മാത്രം പറഞ്ഞാണെങ്കിൽ ഇവിടെ വന്നിട്ട് വീണ്ടും ഒരു ബാർഗൈനിങ് ഉണ്ടാവും. അപ്പൊ നമ്മള് കാര്യമായി കുറച്ച് കുറയ്ക്കണ്ട. അപ്പൊ ഈ ഒരു റേറ്റിനകത്ത് കാര്യമായ രീതിയിൽ നമ്മൾ എന്തായാലും കുറച്ച് കൊടുക്കും. നേരിട്ട് ഫോണിലൂടെയുള്ള നെഗോസിയേഷൻ അല്ല, നേരിട്ട് വന്ന് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ വണ്ടി ചെക്ക് ചെയ്തതിനു ശേഷം നെഗോസിയേഷൻസിന്റെ കാര്യങ്ങളൊക്കെ നമുക്ക് സംസാരിക്കാം. എലൈറ്റ് i20 പെട്രോള് 2016-17 സ്പോർട്സ് ഓപ്ഷൻ ആണ്, സിംഗിൾ ഓണർഷിപ്പ് ആണ്. ആകെ 58,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 58,000. 58,000 കിലോമീറ്റർ. 5,20,000 രൂപയാണ് ഞങ്ങൾ ആസ്കിംഗ് റേറ്റ്. നെഗോഷ്യബിൾ ആണ്. ഒരു 90% നമുക്ക് ലോണും ചെയ്ത് കൊടുക്കാം. നല്ല ക്വാളിറ്റി വണ്ടിയാണ്. റീപ്ലേസ് ആക്സിഡന്റോ കാര്യങ്ങളൊന്നും ഇല്ലാത്ത വണ്ടികൾ. എല്ലാ വണ്ടികളെയും ഇന്ത്യയിൽ നമ്മൾ കാണിക്കില്ല, അത് കസ്റ്റമർ നേരിട്ട് വന്നോട്ടെ അല്ലേ? അല്ല, ഫോട്ടോ വേണമെങ്കിൽ അല്ലെങ്കിൽ വീഡിയോ വേണമെങ്കിൽ ചോദിച്ചാൽ മതി. അതായത് നമ്മൾ വീഡിയോക്ക് നമ്പർ വെക്കുന്നുണ്ട്, അതിനകത്ത് വാട്സ്ആപ്പ് ഉണ്ട്, അതിനകത്ത് ചോദിച്ചാൽ മതി. ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ, ഇന്റീരിയർ വീഡിയോ, അതുപോലെ തന്നെ ഫുൾ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്ത് കൊടുക്കാം. അപ്പൊ നമ്മൾ ഇത്രയും വണ്ടികൾ കാണിക്കാനുള്ള സ്പീഡിൽ നമുക്ക് പറഞ്ഞു പോകാം. നമ്മളെ വീഡിയോ ലെങ്ത് കൂടുന്ന കരുതിയിട്ടാണ്. ഇത് കിഡ് 1 ലിറ്റർ ആണ്, 1000 cc ആണ്, 2017 ആണ്, RXL ആണ്, സിംഗിൾ ഓണർഷിപ്പ് ആണ്. 33 ഓടിയിട്ടുള്ളൂ കേട്ടോ. 33,000 കിലോമീറ്റർ അല്ലേ? പിന്നെ എല്ലാ വണ്ടിയുടെയും കിലോമീറ്റർ ജെനുവിൻ ആണ്. മീറ്റർ ടാമ്പറിങ്ങോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത വണ്ടിയാണ്. നമ്മൾ പ്രോപ്പർ ആയിട്ട് ചെക്ക് ചെയ്ത് ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ നോക്കിയെടുക്കുന്ന വണ്ടിയാണ്. അപ്പൊ മീറ്ററിനകത്തൊക്കെ നമുക്ക് ഗ്യാരണ്ടി തരാൻ പറ്റും. പിന്നെ 2,65,000 രൂപയാണ് ഈ ഒരു വാഹനത്തിൽ ചോദിക്കുന്ന റേറ്റ്. ഒരു 90% ലോണും ഈ ഒരു വണ്ടിക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. 90% ലോൺ ചെയ്ത് കൊടുക്കാം. 90% ലോൺ ചെയ്ത് കൊടുക്കാം. ചെറിയ പൈസ മതി. ചെറിയ പൈസക്ക് ഒരു ചെറിയ വണ്ടി നല്ല വീട്ടിൽ കൊണ്ടുവെക്കാം. 1 ലിറ്റർ ആണ്, 1 ലിറ്റർ RXL. 2017 സിംഗിൾ ഓണർ. ഇനി അടുത്ത് നമുക്കൊരു ടിഗോർ ഉണ്ട്. ഇത് പെട്രോൾ ആണ്, XT ആണ് ഓപ്ഷൻ വരുന്നത്. 2017 മോഡലാണ്. ഇത് സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. 59,000 കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത്. 59,000 ആണ് ഓടിയിട്ടുള്ളത്. നല്ലൊരു റെഡ് കളറിലുള്ള ഒരു വണ്ടി. 3,80,000 രൂപയാണ് നമ്മൾ ചോദിക്കുന്ന വില. 380 ആസ്കിംഗ് പ്രൈസ്, ആസ്കിംഗ് റേറ്റ്. എല്ലാ റേറ്റും ആസ്കിംഗ് റേറ്റ് ആണ്. ഒക്കെ നമുക്ക് റേറ്റ് കുറച്ചു കൊടുക്കാം. ഇത് 2009 അൾട്ടോ LX ആണ്. മറ്റൊരു ജനപ്രിയ വാഹനം. ഇത് നമ്മുടെ ഇതിന് മുന്നേ ഉള്ള വണ്ടിയാണ്. നമ്മൾ തന്നെ ഇവിടുന്ന് റിന്യൂവൽ കാര്യങ്ങളൊക്കെ എടുത്ത വണ്ടിയാണ്. 2009 LX സെക്കൻഡ് ഓണർ. ഇത് 56,000 കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത്. 1 ലക്ഷം രൂപയാണ് നമ്മളെ വില പറഞ്ഞിട്ടുള്ളത്. അത് 5 കൊല്ലത്തെ പേപ്പർ ഉള്ള വണ്ടി കേട്ടോ. എടുത്തിട്ട് ഇപ്പൊ 2 മാസം ഒന്നും ആയിട്ടുള്ളൂ. 5 വർഷത്തെ പേപ്പർ അവൈലബിൾ, ടാക്സ് അവൈലബിൾ ആണ്, ഫിറ്റ്നസ് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ പുതിയ ഇൻഷുറൻസ് ആണ്. വണ്ടിയുടെ മുകളിൽ ഒരു സിംഗിൾ കോട്ട് പെയിന്റ് ചെയ്തിട്ടുണ്ട്, സെയിം കളർ തന്നെ. അപ്പൊ നിലവിൽ വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. മെക്കാനിക്കലി ഒക്കെ ഫിറ്റ് ആണ് വണ്ടി. നമുക്ക് ഫുൾ ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റും. നല്ല വണ്ടി.
റെസ്റ്റോ കാര്യങ്ങളോ അങ്ങനത്തെ ഇഷ്യൂസോ കാര്യങ്ങളോ ഒന്നുമില്ല. ചെറിയ പൈസ ഉണ്ടെങ്കിൽ ചെറിയ പൈസ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ 5 കൊല്ലത്തേക്ക് ഒന്നും നോക്കേണ്ട ഒരു ആവശ്യമില്ല. ജസ്റ്റ് കൊല്ലകാല ഇൻഷുറൻസ് മാത്രം അടച്ചിട്ട് പോകാന്നുള്ള ഓപ്ഷൻ ഉള്ളൂ. ഇനി അടുത്ത വേറൊരു റിക്സ് കൂടി ഉണ്ട്. ഇത് പെട്രോൾ ആണ്, VXI 2014 മോഡലാണ്. 3rd ഓണർഷിപ്പ് ആയിട്ടുണ്ട് കേട്ടോ. 3rd ഓണർഷിപ്പ് 3 ആയിട്ടുണ്ട്. 73,000 കിലോമീറ്ററാണ് ഓടിയിട്ടുള്ളത്. 3,20,000 രൂപയാണ് ആസ്കിംഗ് റേറ്റ്. അതും തീർച്ചയായിട്ടും നമുക്ക് റേറ്റ് കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് കൊടുക്കാം. റേറ്റ് നമുക്ക് എല്ലാം നമ്മൾ പറയുന്ന റേറ്റ് അല്ല, നേരിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് മാക്സിമം നമുക്ക് ചെയ്ത് കൊടുക്കാം. മാക്സിമം നമുക്ക് ചെയ്തിട്ട് റേറ്റ് ചെയ്യാം. എല്ലാരെ കൊണ്ടും ഒരു കാറ് വാങ്ങിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് മനു. പിന്നെ ഞാനാണ് പെട്രോള് LX, ഞാൻ അവന് പെട്രോൾ ഉള്ളൂ. LX ആണ് 2012 സെക്കൻഡ് ഓണർ, 69,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളത്. 65 ഞങ്ങൾ ചോദിക്കുന്ന വില. 65,000 രൂപയോ? പക്ഷെ അതിലും കുറയ്ക്കാം, അതിലും കുറച്ച് നമുക്ക് കൊടുക്കാം. 65,000 രൂപയ്ക്ക് ആവശ്യക്കാരൻ നേരിട്ട് വരട്ടെ, ആ സമയത്ത് നമുക്ക് വേണ്ട രീതിയിൽ ചെയ്ത് കൊടുക്കാം. ആരെയും മോശമാക്കിയിട്ട് നമ്മള് തിരിച്ചു വിടൂല. അല്ല മനു, 65,000 രൂപ എന്ന് പറയുമ്പോൾ ഒന്നും ഇപ്പൊ 2 വീലർ പോലും കിട്ടില്ലല്ലോ. ഇത് ഡാറ്റ്സന്റെ ഗോ പ്ലസ് 2016 സിംഗിൾ ഓണർ, 36,000 കിലോമീറ്റർ ഓടിയ വണ്ടി, 265. ഒരു 90% ലോണും ചെയ്ത് കൊടുക്കും ഈ വാഹനത്തിന്. 90% നിസാന്റെ സബ് ബ്രാൻഡ്, നിസാന്റെ സബ് ബ്രാൻഡ് 7 സീറ്റർ വണ്ടിയാണ്. ഓക്കെ. പിന്നെ ഒരു സാൻഡ്രോ അവിടെ കിടക്കുന്നുണ്ട്. വൈറ്റ് കളറിലെ സാൻഡ്രോ 2010 മോഡലാണ്. GLS, അതായത് ഫുൾ ഓപ്ഷൻ വണ്ടി, AC, പവർ സ്റ്റിയറിംഗ്, 2 ഡോർ പവറിന്റെ കാര്യങ്ങളൊക്കെ വരും. സിംഗിൾ ഓണർഷിപ്പ് ആണ്. 69,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളത്. 1,10,000 രൂപയാണ് ഞങ്ങൾ ആസ്കിംഗ് റേറ്റ്. ചെറിയ എന്തെങ്കിലും ഒരു മാറ്റം ചെയ്ത് കൊടുക്കാം. 2010 വണ്ടിയാണ്. ഇതൊക്കെ റിന്യൂവൽ അടുത്ത കൊല്ലം വരും. അടുത്ത കൊല്ലം നമുക്ക് ഏകദേശം ഒരു 10,000 രൂപ എടുത്ത് നമുക്ക് റിന്യൂവലിന് ചിലവാക്കാനുണ്ടാവും. ചെറിയ പൈസ, കാരണം ടാക്സ് കാര്യങ്ങൾ 5 കൊല്ലത്തേക്കുള്ള. പിന്നെ ഡാറ്റ്സന്റെ ഗോ ആണ്. പെട്രോൾ 2015 മോഡലാണ്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. 72,000 കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത്. 2,20,000 രൂപയാണ് നമ്മൾ ആസ്കിംഗ് റേറ്റ് എടുത്തിട്ടുള്ളത്. പിന്നെ ഇത് T ഓപ്ഷൻ, അതായത് ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. നല്ലൊരു റീപ്ലേസ്മെന്റോ ആക്സിഡന്റോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത നല്ലൊരു ക്ലീൻ പീസ് വണ്ടി. പിന്നെ ഒരു ലോ ബഡ്ജറ്റുള്ള വേറൊരു വണ്ടി കൂടി ഇത് അവിടെ ഉണ്ട്. ടാറ്റയുടെ ഇൻഡിക്ക വിസ്റ്റ. ഇത് ക്വാഡ്രാജറ്റ് ആട്ടോ വരുന്നത്. 2010 വണ്ടിയാണ്. 3rd ഓണർഷിപ്പ് ആയിട്ടുണ്ട്. 3rd ആയിട്ടുണ്ട് അല്ലേ. 1,13,000 ഓടിയിട്ടുള്ളത്. നമ്മളിതിന് വില പറഞ്ഞ 75,000 രൂപയാണ്. ഈ നമ്മളിപ്പോ ഈ ഓണർഷിപ്പ് കൂടുന്നതനുസരിച്ച് നമ്മളെ വാഹനത്തിന്റെ വിലയിൽ ചെറിയ വ്യത്യാസം ഉണ്ടാവും. അതെന്താ വയ്ക്കുക അതിന് കാരണം? അത് ഓണർഷിപ്പ് അത് സ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യമല്ലേ. കാരണം ഓണർഷിപ്പ് മാറാന്നാൽ ഇങ്ങനെ ആളുകൾ മാറി ഉപയോഗിക്കല്ലേ. അതാണ് അതിന്റെ. അപ്പൊ അതുകൊണ്ട് ആ ഒരു വിലക്കകത്തൊരു കുറവ് വരും. അപ്പൊ ഇത് 75,000 രൂപയാണ്. തീർച്ചയായിട്ടും അത് നമുക്ക് ചെറിയ രീതിയിലൊക്കെ ഒരു മാറ്റം വരുത്തി കൊടുക്കാം. 75,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ഏതായാലും ഒരു ക്വാഡ്രാജറ്റ് എഞ്ചിനോട് കൂടിയിട്ടുള്ള ഒരു വിസ്റ്റ എടുക്കാൻ പറ്റും. കാരണം ഡീസല് മൈലേജ് ഒക്കെ ഏകദേശം 20ന്റെ മുകളിൽ കിട്ടുന്ന ഒരു വണ്ടിയാണ്. ബോഡിയൊക്കെ ആണെങ്കിലും വലിയ കുഴപ്പങ്ങളോ കാര്യങ്ങളൊന്നും ഇല്ല. കാലപ്പഴക്കത്തിൻ്റെതായ ചെറിയ ചെറിയ സ്ക്രാച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അടുത്ത പോലെ റിന്യൂവൽ ഉണ്ടാവും. റിന്യൂവലിന്റെ സമയത്ത് നമുക്ക് ഒരു 12,000 രൂപേൻ്റെ അടുത്ത് നമുക്ക് റിന്യൂവലിന് വേണ്ടിയിട്ട് ചിലവാക്കാനുണ്ടാവും. വണ്ടിയുടെ മുകളിൽ ഒന്ന് ടച്ച് ആൻഡ് പോളിഷ് മാത്രമേ ചെയ്യാനുള്ളൂ. ചെറിയൊരു പോളിഷ് ചെയ്താൽ മതി. വണ്ടി കുട്ടപ്പനാവും. അത് ടിയാഗോ വീണ്ടും ഒരു ഫുൾ ഓപ്ഷൻ വണ്ടി നെക്സറ്റ് ആണ്. 2018 മോഡലാണ്. സെക്കൻഡ് ഓണർ ആണ്. 55,000 ആണ് ഓടിയിട്ടുള്ളത്. 4,20,000 രൂപയാണ് നമ്മൾ ചോദിക്കുന്നത്. അതും നമുക്ക് റേറ്റ് കാര്യങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ മാറ്റം വരുത്തിയിട്ട് കൊടുക്കാം. നല്ലൊരു റെഡ് കളറിലുള്ള വണ്ടി കേട്ടോ. ടയർ ഭാഗങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം ഒരു 60-70% ടയർ കാര്യങ്ങളൊക്കെ ഉണ്ട്. വളരെ ക്ലീൻ പീസ് ആണ്. അങ്ങനെ നീറ്റ് ആയിട്ട് ഉപയോഗിച്ചാണ്. ലോൺ ആണെങ്കിൽ നമുക്കൊരു 3.25 റേഞ്ചിലൊക്കെ നമുക്ക് ലോണും ചെയ്ത് കൊടുക്കാൻ. 3.25 വരെ ലോൺ കിട്ടും. പിന്നെ അടുത്ത കിഡ് ഉണ്ട്. ഒരു ഓട്ടോമാറ്റിക് വണ്ടിയാണ്. 2019 1 ലിറ്റർ RXT ഓട്ടോമാറ്റിക് കേട്ടോ. സെക്കൻഡ് ഓണർ ആണ്. 62,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളത് കേട്ടോ. 62,000 കിലോമീറ്റർ. അപ്പൊ ഇതിന് വില ഇട്ടിരിക്കുന്നത് 2019 മോഡലാണ്. 19 RXT 1 ലിറ്റർ. ജെന്യൂൻ കിലോമീറ്റർ അല്ലേ? കിലോമീറ്റർ ഒക്കെ ജെന്യൂൻ ആണ്. വില ഇട്ടിരിക്കുന്നത് 3,80,000 രൂപയാണ് ആസ്കിംഗ് റേറ്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. തീർച്ചയായിട്ടും അത് മാറ്റം വരുത്താം. നല്ല രീതിയിലൊക്കെ മാറ്റം വരുത്തിയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. ടിഗോർ തന്നെ വേറെ എണ്ണം കൂടി പെട്രോൾ ആണ്. XT ആണ്. 2018 മോഡൽ. സിംഗിൾ ഓണർ. 1,23,000 കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത്. 3,40,000 രൂപയാണ് ഞങ്ങളിവിടെ ചോദിക്കുന്ന വില. ഒരു 80-90% നമുക്ക് ലോൺ ആക്കിയിട്ടും ചെയ്ത് കൊടുക്കാം. അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലുള്ള ഒരു വണ്ടി തന്നെയാണ്. ഇതിപ്പോ ഈ വാഹനം വാങ്ങിക്കണേ ഇപ്പൊ കസ്റ്റമർ അടുത്ത് എത്ര രൂപ വേണ്ടി വരും? ഇതൊക്കെയെന്ന് പറഞ്ഞാൽ ഒരു 40,000 ആ റേഞ്ചിലൊക്കെ കണ്ടാൽ മതി. ഒരു നോർമൽ കസ്റ്റമറെ കാണുന്നുണ്ടെങ്കിൽ. ബാക്കി നമുക്ക് ലോൺ ചെയ്ത് കൊടുക്കാം. അത് ബാക്കി ലോണിന്റെ കാര്യം വെച്ചാൽ അവരെ പ്രൊഫൈൽ അനുസരിച്ച് ഡിപ്പെൻഡബിൾ ആണ്. പിന്നെ ഓവർ ഡ്യൂ കാര്യങ്ങളൊന്നും ഉണ്ടാവാൻ പാടില്ല. അതുപോലെ തന്നെ സിബിലിനകത്ത് പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. സ്കോർ കുറെ കൂടുതലുണ്ടെന്ന് വിചാരിച്ചിട്ട് ലോൺ കിട്ടണമെന്നില്ല. ഓവർ ഡ്യൂ ഉണ്ടെങ്കിൽ കിട്ടൂല. അതും നമ്മൾ ഇവിടുന്ന് ലോൺ സൗകര്യം നമ്മളോട് ചെയ്ത് കൊടുക്കും. ലോൺ നമ്മൾ വേറെ ബാങ്കിൽ വെച്ചിട്ടാണ് ചെയ്യിക്കുന്നത്. അപ്പൊ പേപ്പർ കാര്യങ്ങളൊക്കെ നമ്മൾ ത്രൂ തന്നെ കൊടുക്കാൻ പറ്റും. ഡയറക്റ്റ് ആയിട്ട് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അതിനുള്ള സപ്പോർട്ട് കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു തരും. അപ്പൊ ഒത്തിരി വാഹനങ്ങൾ ലോ ബഡ്ജറ്റ് ആയാലും
ഇനി പ്രീമിയം ആയാലും എല്ലാ ഫാമിലിക്കും വേണ്ട വാഹനങ്ങൾ നമ്മൾ ഇവിടെ പരിചയപ്പെട്ട് കഴിഞ്ഞ ഒത്തിരി വാഹനങ്ങൾ നമ്മൾ ഷോറൂം ഫുള്ളാണ് കേട്ടോ. ഫുൾ പുതിയ സ്റ്റോക്കില് ഒത്തിരി വാഹനങ്ങൾ ഷോറൂം ഫുള്ളായി. വണ്ടികൾ പുറത്തുണ്ട്, ഇനിയും പുറത്തുണ്ടെന്നാണ് മനു പറയുന്നത്. ബൊലേറോ ഉണ്ട്, പിന്നെ ഒരു വോക്സ് വാഗന്റെ വെന്റോ ഉണ്ട്. പിന്നെ നമ്മളെ സ്ഥലമില്ലായിട്ട് ഇവിടെ ഇങ്ങനെ ഓരോ ചില്ലറ പണികളൊക്കെ ആയിട്ട് നമ്മൾ വണ്ടി എടുത്താണ്, ചെറിയ ചെറിയ പോളിഷും കാര്യങ്ങളൊക്കെ ആയിട്ട് പുറത്തുള്ളത് അത് വരാനുണ്ട്. അപ്പൊ നമ്മളെ ഷോറൂം ഇപ്പൊ നമ്മളെ വീഡിയോ പ്രേക്ഷകർ കാണുമ്പോൾ സ്വാഭാവികമായിട്ട് അവർക്ക് നമ്മളെ ഷോറൂം വിസിറ്റ് ചെയ്യാൻ തോന്നിയാൽ കോഴിക്കോട് ജില്ലയിലാണ് ഷോറൂം വരുന്നത്. വെള്ളിപറമ്പ് എന്നാണ് സ്ഥലത്തിന്റെ പേര്. തൊട്ടടുത്തൊരു ലാൻഡ്മാർക്ക് പറയുകയാണെങ്കിൽ മീഡിയ വൺ ചാനൽ. മീഡിയ വൺ ചാനലിന്റെ അടുത്ത് ഒരു 100 മീറ്റർ ദൂരം. ബസ്സിന് വരുന്നവർക്ക് മീഡിയ വൺ ചാനലിന്റെ അടുത്ത് ഇറങ്ങിയാൽ മതി. ഇറങ്ങിയിട്ട് 100 മീറ്റർ നടന്നാൽ മതി. ഇനിയിപ്പം കാറിനോ ലൊക്കേഷനൊക്കെ ഇട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ക്ലബ്സി കാലിക്കറ്റ് ഗൂഗിളിൽ സെർച്ച് ചെയ്യാൻ തന്നെ കാണും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മീഡിയ വൺ ചാനൽ ഓഫീസ് വെള്ളിപറമ്പ് നിട്ടാലും മതി, അതിനകത്തേക്ക് വന്നാൽ മതി. അപ്പൊ ഇവിടെ കയറി വരരുത്, അതിന്റെ മുറ്റത്തെത്തിയിട്ട് കുറച്ചും കൂടി 100 മീറ്റർ റോഡ് സൈഡിൽ കൂടെ നടക്കണം. അതെ. അപ്പൊ നമുക്ക് ആ നമ്പറും കൂടെ ഒന്ന് പറഞ്ഞു കൊടുത്താൽ 8877880066. ഈ നമ്പറിൽ വെച്ചാൽ നമുക്ക് ഏത് വണ്ടി നമ്മളെ വീഡിയോയിൽ കണ്ട വണ്ടി ഏത് വണ്ടി വിളിച്ചിട്ടെടുത്തില്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ തിരിച്ചു വിളിക്കും. നമ്മൾ അതിന്റെ ഡീറ്റെയിൽസ് ഇന്റീരിയർ അടക്കം നമ്മൾ വാട്സപ്പ് ചെയ്ത് കൊടുക്കും. തീർച്ചയായിട്ടും കൊടുക്കും. പിന്നെ റേറ്റ് നെഗോസിയേഷൻസ് ഫോണിലൂടെ ഉണ്ടാവില്ല. എത്ര കുറയും ദയവ് ഇത് ചോദിച്ചിട്ട് വിളിക്കരുത്, കാരണം അത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നിങ്ങൾക്ക് ആ വണ്ടി എടുക്കാൻ താല്പര്യമാണ്. ഇപ്പൊ ഇവിടെയുള്ള വണ്ടികളൊക്കെ നല്ല ക്വാളിറ്റി കിടക്കുന്ന വണ്ടിയാണെന്ന് എനിക്ക് ഉറപ്പാണ്. അപ്പൊ നിങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ വണ്ടിയുടെ ക്വാളിറ്റിന്റെ മുകളിൽ ഒരു കോംപ്രമൈസ് ചെയ്ത് പോകേണ്ട ഒരു ആവശ്യം ഉണ്ടാവില്ല. റേറ്റിന്റെ മുകളിൽ മാത്രമേ ചെയ്യാനുണ്ടാവുള്ളൂ. പിന്നെ അവരെ വന്നിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ അവർക്കൊരു സമാധാനത്തിന് വേണമെങ്കിൽ നമ്മളൊരു കാശ് മുടക്കി ഒരു വാഹനം വാങ്ങിക്കുമ്പോ ഒരു ടെക്നീഷ്യനെ കൂട്ടി വന്നാൽ ഇവിടെ ചെക്ക് ചെയ്യാനുള്ള പിന്നെ സൗകര്യമല്ലേ. തീർച്ചയായിട്ടും അങ്ങനെ ചെയ്യണമല്ലോ. അങ്ങനെ ചെയ്യാണ്ട് ആരും യൂസ്ഡ് കാർ വാങ്ങിക്കും. അപ്പൊ പുതിയ വണ്ടി വാങ്ങുന്ന സമയത്തിന് നല്ല ടെക്നീഷ്യനെ കൊണ്ടുപോയി വാങ്ങിക്കണം. കാരണം അവന്മാരെ യൂസേജ് കാര്യങ്ങളൊക്കെ ഇത് ഷോറൂമിൽ കിടക്കുന്ന വണ്ടി, പല വണ്ടികളും തട്ടിയ വണ്ടി അല്ലെങ്കിൽ പെയിന്റ് അടച്ചപ്പുള്ള വണ്ടിയൊക്കെ ഉണ്ടെന്നൊക്കെ അനുഭവം ഉണ്ട്. എന്റെ ഒരു സുഹൃത്ത് അടുത്ത് വണ്ടി എടുത്തിട്ട് ഒരു സൈഡ് ഫുള്ള് പെയിന്റ് റീപെയിന്റ് അടിച്ച പുതിയ വണ്ടി PDI ഇൻസ്പെക്ഷൻ ചെയ്യുന്ന സമയത്താണ് കണ്ടത്. അപ്പൊ അതിനേക്കാളൊക്കെ കൂടുതലായിട്ട് യൂസ്ഡ് കാർ ഇൻസ്പെക്ഷൻ ചെയ്യണം. അപ്പൊ നല്ലൊരു ടെക്നീഷ്യനെ കൊണ്ടുവരണം. അതുപോലെ തന്നെ ടെക്നീഷ്യൻ ഇല്ലാത്തവർക്ക് ഇവിടെ വന്നിട്ട് മാരുതി വണ്ടി ആണെങ്കിൽ മാരുതിന്റെ കമ്പനി കൊണ്ട് ടെസ്റ്റ് ചെയ്യാം, ടാറ്റ വണ്ടി ആണെങ്കിൽ ടാറ്റന്റെ കമ്പനി കൊണ്ട് ടെസ്റ്റ് ചെയ്യാം. ഇനി അല്ലാന്നുണ്ടെങ്കിൽ ഈ ചുറ്റുവട്ടത്തൊക്കെ കുറെ ലോക്കൽ വർക്ക്ഷോപ്സ് ഉണ്ട്, അവിടേക്ക് കൊണ്ടുപോയി ചെക്ക് ചെയ്യാം. എല്ലാം ഉറപ്പുവരുത്തിയിട്ട് മാത്രം എടുത്താൽ മതി. അതായത് കസ്റ്റമർ കൊടുക്കുന്ന കാശിന് പൂർണ്ണമായിട്ടും മൂല്യം ഉറപ്പുവരുത്തിയതിനു ശേഷം അതിനുശേഷം മാത്രമേ ഈ ഒരു വിലയുടെ ബാർഗൈനിങ്ങും നെഗോസിയേഷൻസും കാര്യങ്ങളും ചെയ്യുള്ളൂ. അത് ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം. അല്ലാതെ ആദ്യം വന്നിട്ട് വില എത്ര കുറയും, 10 കുറയോ 20 കുറയോ, ഇപ്പൊ 4.25 ചോദിച്ച വണ്ടിയൊക്കെ 4 ലക്ഷത്തിന് കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് തന്നെ ദേഷ്യം വരും. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത്, ഫോണിലൂടെ അങ്ങനത്തെ കാര്യങ്ങൾ ദയവേത് ചോദിക്കരുത്. 4.25 പറഞ്ഞ വണ്ടി തീർച്ചയായിട്ടും മാന്യമായ നെഗോസിയേഷൻസ് ചെയ്യും. പക്ഷെ നമ്മളെ മോട്ടോറിക്കയുടെ പ്രേക്ഷകർ ആരും അങ്ങനെ ചോദിക്കില്ല എന്ന് ഞാൻ കരുതുകയാണ്. ദയവേത് അങ്ങനെ ചോദിക്കേണ്ട. ബാക്കിയൊക്കെ നമ്മളെ ഫോണിൽ കൂടെ വഴിയൊക്കെ നമ്മൾ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്കിവിടെ അവസാനിപ്പിക്കാനുള്ള സമയമായിട്ടുണ്ട്. അടുത്ത പുതിയൊരു വീഡിയോയുമായി കാണും വരെ